അതില്ലേ ഓണമായിട്ട് നമ്മളൊരു ചെറിയൊരു ഓണപ്പരിപാടി നടത്തുന്ന വിചാരിക്കുന്നുണ്ട്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ അടുത്ത ഫ്രണ്ട്സ് മാത്രം കൂടിയിട്ട് ഒരു ചെറിയൊരു സദ്യ നാളത്തേക്ക് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങളിപ്പോ അതെ സവോളൊക്കെ ഉണ്ട് നിൽക്കുന്നേ. ഞാനാണ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ എന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് നേരെ ഇങ്ങ് വന്നു. ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വരുവാ ചെയ്തേ. അപ്പം എനിക്ക് ഡ്രസ്സ് മാറാനും കുളിക്കണം നേരം കിട്ടില്ല. ഞങ്ങൾ നേരെ ഇങ്ങ് പോരുവാ ചെയ്തേ. ഇനിയിപ്പം എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ടായിരുന്നു, എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേക്കുന്നവരാ. അപ്പൊ നമുക്ക് ഇനിയിപ്പം കുറച്ച് കുക്കിംഗ് ഇന്ന് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് നാളെ സദ്യ ഒരുമിച്ച് കഴിക്കാന്നാ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾക്ക് നോക്കാം. നമുക്ക് ഓണാഘോഷമൊക്കെ വരുന്നത് പിന്നീട് കുറച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയ ഓണാഘോഷമൊക്കെ വരുന്നത്. ഇത് നമ്മുടെ അടുത്ത കൂട്ടുകാർ മാത്രമായിട്ട് ചെറിയൊരു ഓണാഘോഷം. അപ്പൊ ഞാൻ ഓർത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാം, ഒരു മെമ്മറി അല്ലേ അല്ലേ അല്ലേ. കിച്ചനാണെന്ന് ഒരു കൺകുരു ഒന്ന് കാണിച്ചു വെച്ചു, കിച്ചന് കൺകുരു. അതുകൊണ്ട് കിച്ചന്റെ ഓണം ഞാൻ കൂളിംഗ് ഗ്ലാസ് വയ്ക്കും. എന്നിട്ടിപ്പോ സവോളയൊക്കെ ആയിട്ട് കിച്ചൻ ഓൾറെഡി പരിപാടി തുടങ്ങി. ഞാൻ തുടങ്ങിയിട്ടില്ല. എനിക്കിപ്പോ ചെന്നിട്ട് നോക്കണം അവിടെ എന്നാ ചെയ്യാനുള്ളത്. എനിക്ക് തോന്നും അതെ ആകപ്പാടുള്ളൊരു കാര്യം സവോള അരിയാന്നുള്ളത്. അതുകൊണ്ട് വന്നപ്പോഴേ സവോളയില് വന്നപ്പോഴേ ചാടി കയറി സവോളയില് പിടിച്ചിട്ട് നിൽപ്പുണ്ട്. ഇനിയിപ്പൊ നമുക്ക് എന്റെ കണ്ണ് നോക്ക് ശരിയാ. ഫോട്ടോസിലൊക്കെ വൃത്തികൾ ഇറങ്ങിച്ചു. കറക്റ്റ് ഓണത്തിന് വന്നു. ഇന്നലെ തൊട്ടാ തുടങ്ങിയത് കണ്ടു. അപ്പം നമുക്ക് നോക്കാം. പൊട്ടെ അല്ല പൊട്ടെ. ഓ എനിക്ക് പൊട്ടൂരണോ പറഞ്ഞത്. പൊട്ടൂരട്ടെ ഒച്ച ചേച്ചി ഒരവസ്ഥ. വർത്താനം പറഞ്ഞ വർത്താനം പറഞ്ഞ ഞങ്ങൾക്ക് സിമ്മിൽ ഇടുന്ന പരിപാടിയില്ല. ഇതാട്ടെ വിഷ്ണു ചേട്ടനും കിച്ചനോടെ വർക്ക് ചെയ്യുന്ന അല്ല. വിഷ്ണു ചേട്ടാ ഹായ് പറയൂ. ഇത് നമ്മുടെ ഹർഷിത ചേച്ചി ഞാനും ഒരേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാ. പക്ഷെ ചേച്ചി ഓട്ടിയില്ല, ഞാൻ NICU-ല്. ഇത് പിന്നെ നമ്മുടെ അതെ ഇവിടെ വെച്ചു. പാലടയും അടപ്രഥമനും ഒന്നാണോ? അല്ല, രണ്ടാണെന്ന്. ഇതേ അട എന്തേ നീ എന്നെ ഇപ്പൊ പറഞ്ഞേ എന്തെന്ന്? പാലട അടപ്രഥമനും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. എന്തായാലും എന്റെ ഉരുളക്കിഴങ്ങ് ഞാനാണ് ഇവിടെ. ഉരുളക്കിഴങ്ങ് എനിക്ക് ആകപ്പാട് അറിയാൻ ഇഷ്ടമുള്ള സാധനം. അത് ഇവിടെ ഓൾറെഡി അനു പറഞ്ഞു എന്റെ പരിപാടി ആയിരുന്നു കാണിച്ച് പറ. ഒട്ടിച്ചേരാന്ന് ക്യാമറ ഓണാക്കി വെക്കണം 24/7 എന്നാലും ഇതൊക്കെ കിട്ടുള്ളൂ. വെറൈറ്റി കോമഡിയാ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വിറ്റടിക്കും. എന്തായാലും പാലട ഇല്ല അനു പറഞ്ഞതാണ്. ഭയങ്കര കോമഡിയാ. തലയിടിച്ചു പിടിക്കാൻ ഇവളെക്കാളും ബലം ഞാനല്ലേ. രണ്ടും കണക്കാ. എന്താ പറഞ്ഞ പാലട ഒരു കേരളീയൻ അത് ഓണത്തിന് രണ്ടിനും സെയിം അടയിൽ യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ചേച്ചി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും. ചേച്ചി ഞാൻ ചേച്ചി ആവശ്യമുണ്ടോ? പച്ചക്കറി അരിയാനാണോ? എടാ കയ്യിൽ കറങ്ങാവത്തില്ലേ? എന്താ ചെയ്യാ ഹോസ്പിറ്റലില് അവര് മനുഷ്യന്മാര് തൊടുമ്പോ ഗ്ലൗസ് ഇട്ട് ഗ്ലൗസ് ഇടണം. അങ്ങനെയാണ് ഞങ്ങള് അല്ലേ ചേച്ചി? ഇൻഫെക്ഷൻ എന്താ ഞാൻ ഇഞ്ചിയും പച്ചമുളക് സവാള സവോള ഓൾറെഡി ഇയാളുടെ കെട്ടിയുടെ എടുത്തത്. ഞങ്ങൾ ഒന്നായതുകൊണ്ട് ഭർത്താവ് പക്ഷെ നമ്മളെ കട്ടിങ് പാട് കൊണ്ടുവരായിരുന്നല്ലേ. സവോള അരിയുമ്പോ കണ്ടറിയുന്നു. അവനൊന്ന് ഓടിപ്പൊഴുതു അനു. അതെല്ലോ നമ്മുടെ അടിപൊളി ക്യാബേജ് ഉണ്ടായിരുന്നു വീട്ടില്. വീട്ടിലുണ്ട്. ജസ്റ്റ് ഈ പച്ച മണ്ടക്കത്തെ പച്ച
ഇതെല്ലാം എനിക്ക് അറിയാം. സാംസ്കാരിക നഗരത്തിൽ ജനിച്ചു വളർന്ന പൊലിപ്പടിയായ അങ്ങനെ പച്ചക്ക തീങ്ങാൻ പോലും അറിയാൻ പാടില്ലെങ്കിൽ ഇത്ര നാള് എന്തെടുത്തോണ്ടിരിക്കുന്നു. അറിയാം, എന്നാലും നമ്മള് കൺഫേം അതെ, ഓരോ വീട്ടിലും ഓരോ രീതി ഉണ്ട് ഉണ്ടാക്കുന്നതിന്. അല്ല ചേട്ടാ, നമുക്ക് വല്ല ദേഷ്യം പറഞ്ഞു കൊടുക്കാം. നീ എന്നീ കാണുന്നു ചേച്ചി കളയുന്നു. ഞങ്ങളൊക്കെ വേറെ പലതിനാ പറയും. ഈശ്വരാ, നീ കമന്റ് അടിച്ച് ചാവുന്നു നോക്കിക്കോ. അയ്യോ, എന്നെ കണ്ടു തോന്നി സവാള ചോദിച്ചു. പിന്നെ അതോട്ടോ ഇരിക്കട്ടെ, അത് നമുക്ക് മറ്റേത് നമുക്ക് എടുക്കാം, ഏതിന്? തോരൻ എടുക്കാം. നിനക്ക് അറിയത്തില്ല ചോദിച്ചു എത്ര സവാള എന്തിനാണെന്ന്? അറിയില്ലല്ലോ. നീ കുറച്ചും അങ്ങനെയല്ലോ. സാമ്പാർ ഉണ്ടാക്കിയ ശീലല്ല. എന്താ? വൈ സാമ്പാർ എനിക്ക് ഇഷ്ടല്ല. വൈ ഞാൻ സാമ്പാർ ഇഷ്ടല്ലാന്ന് പറഞ്ഞില്ല, ഇനി എന്ത് വയ്യ. സാമ്പാർ എനിക്ക് ഇഷ്ടല്ല, ഞാൻ കഴിക്കില്ല. പിന്നെ ഞാൻ സാമ്പാർ അറിയണേ. ഈ ക്യാമറ ഓഫ് ഞാൻ പറഞ്ഞ സാമ്പാറിന്റെ അരിയുടെ പേടിയായിട്ട് പള്ളി കത്തി. ആ കത്തി ഉണ്ടോ? ഇല്ല, ക്യാമ്പസ് വെച്ചിട്ട്. അതാ നീ ഇത് വെച്ചടിഞ്ഞോ? ഇല്ല, എന്ത് കഷ്ടം. മറ്റേ കത്തി ഒരു കത്തിയോട് കൊണ്ടുവന്നല്ലേ ഞാന്. ഒരു സവാള അരി അറിയത്തില്ല. സവാള സാമ്പാറിന്റെ അരിയുടെ വ്യത്യാസമുണ്ട്. ഇത് ഇങ്ങനെ ഇങ്ങനെ വെട്ടിയാ പറഞ്ഞു, ഇങ്ങനെ വെട്ടിയാ പറഞ്ഞു. എന്തൊക്കെ കാണുന്ന കർത്താവേ, ഒരു സവാള 4 കഷ്ണാക്കാൻ പറഞ്ഞതിനാണ് ഈ കാണിക്കുന്നത്. അയ്യോ, സൈസ് കൂടിയോ? കൊണ്ടായി പാത്രം തന്നെ. യക്ഷിനെ പോലെ. ഏത് ഓ, എനിക്കറിയില്ലായിരുന്നു. എന്നെ പേടിപ്പിച്ച പഠിപ്പിക്കണ്ട കേട്ടല്ലോ. കറിയല്ലേ ചേരി? അയ്യോ, കണ്ടു. ടീച്ചർ കൺകുരു സീനാവോ? ഇന്ന് ക്യാബേജ് ഞാൻ കഴിയും സവാള. അതിന് പണ്ടിന് കുഴപ്പമില്ല, വായിക്കുന്ന കുഴപ്പമില്ല. അതിന് വില വേറെ കേൾക്കും മിണ്ടാണ്ടിരിക്കും അവിടെ. അത് വലിയതാണോ? ഒന്ന് പോയേ. ഒരു തേങ്ങ അറിയില്ല, ഒരു മനുഷ്യര് കാര്യം പറയാൻ കേൾക്കുകയില്ല. എങ്ങനെ വിഷ്ണു ചേട്ടൻ തൊലി കളയാണോ ചെയ്യുന്നത്? അരക്കില ക്യാരറ്റ് തീർപ്പത്തിന്നത്. ആരവിടെ തിന്ന ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നത്. ഇതെന്തിനാണോ വിഷ്ണു ചേട്ടാ? നിങ്ങൾക്കല്ലേടി ചേട്ടന്റെ അളവ് കറക്റ്റല്ല. ക്യാരറ്റ് കണക്കല്ലേ നോക്ക്. ഞാൻ എന്റെ സംശയം ചോദിച്ചതല്ലേ? ഇപ്പൊ എന്തോ നീ പറയാനോ?
ഇതിന്റെ വിട്ട് കറക്റ്റ് ആണോ? ഇല്ല സാമ്പാറാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ കൃഷിയുടെ പറഞ്ഞ കേട്ട് പഠിച്ചു. ഇതിപ്പോ കുഞ്ഞായിപ്പോ വീട്ടിൽ തുറച്ചിട്ടുണ്ടെങ്കിൽ മൂത്ര ശ്രദ്ധിക്കു കുട്ടി. തമിഴില് ഷോമി എന്തേലൊക്കെ പച്ചക്കറി അത് പതാക ഉണ്ടാക്കാം. പച്ചക്കറികൾ മതി. ഒരു പച്ച ഒരു വെള്ളക്കറി വെച്ചോക്കെ ഇത്രയും കൊണ്ട് വേണ്ട ക്യാൻസൽ. ട്രൈ ചെയ്യണം, നേരത്തെ പറയണം കേട്ടോ, നമുക്ക് അതനുസരിച്ച് കഴിക്കണം. ഞാൻ എല്ലാം കഴിക്കും. അതാരാ ജസ്റ്റിനാണോ? ബാഗിൽ നിൽക്കുന്നു. അതെ ആ ഞാൻ പറഞ്ഞില്ല ജസ്റ്റിൻ ആയിരിക്കുന്നു. തീർന്നില്ലേ? ഞാൻ ഒപ്പിച്ചിട്ടുണ്ടാവുള്ളൂ. ഒരു ക്യാറ്റ് എനിക്കല്ലേ വേണം വേണം എന്ന് പറഞ്ഞ് ഈ മുറിക്കുന്ന സാധനം ഒരു പോർഷൻ ഇത്രേ ഉള്ളൂ. പക്ഷെ അതെന്താ പ്രശ്നം അറിയോ? മാത്രം ചേഞ്ച് ചെയ്തേ. പക്ഷെ അത് change ചെയ്ത് എവിടെ കൊണ്ട് പറ്റിയ ടൈം വെച്ച് എനിക്ക് മനസ്സിലാവും. ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓട്ടോക്കായിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ മുകളിലോട്ട് വലിച്ചോ. എനിക്ക് കഴിഞ്ഞ സൈറ്റ് കൊണ്ട് ഒരു കാര്യം മനസ്സിലായി. ഒരു ഡ്രോയിങ് ഇല്ലെങ്കിൽ പണിയെടുക്കാൻ പറ്റും. അതിപ്പോ നമ്മളെ ഷോപ്പ് ഡ്രോയിങ് ഒന്നുമില്ല, കൺസൾട്ടന്റ് ഡ്രോയിങ് വെച്ചിട്ടാണ് ഈ മുഴുവൻ പണി ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ സൈറ്റിൽ കണക്കൂട്ടു. ഇതുവഴി AC പോകും, അതുവഴി ലൈറ്റ് വരും. വാട്ടർ സപ്ലൈ ഉണ്ട്, ഫുൾ പൈപ്പ് ഉണ്ട്, ഇതിലൊക്കെ പോണ്ട്. ആ പൈപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഗ്രൗണ്ട് ഹായ് പറ. ഹായ് കണ്ടല്ലോ കിച്ചൺ. ഹായ് ചിരി വെക്കി. താഴെ വന്നു. ചോടി പോന്നേ. മുന്നല്ലോ കണ്ടോ? അല്ല അനൊന്നും എനിക്ക് തരും കിച്ചാ. കിച്ചാ എനിക്ക് തരുമോ? തരുമോ? എത്തോളം പ്ലീസ്. വേണ്ട. ആ പിച്ചാത്തി കൊടുക്കണ്ട കേട്ടോ. ആ പിച്ചാത്തി ചിരി മോനെ. കൈമുറി ഇത് വേണ്ട. മുറി മുറി നല്ല മുറിച്ചുണ്ടാവും. കൈയിട്ട് ഇവിടെ ഇവിടെ മാത്രമേ പിടിപ്പിക്കാവേ. ഞാൻ പിടിക്കാവേ. ഞാൻ പിടിച്ചിട്ട് കിച്ചാ നമ്മൾ രണ്ടുപേരാണ് ചെയ്യുന്നത്. ആ ഇതേ വെച്ചിട്ട് എല്ലാം നമ്മുടെ അരിയിലെടുക്കും. ഇപ്പം കുറച്ചൊക്കെ അറിയാം, ഇപ്പോഴും നേരിട്ടൊന്നുമില്ല. കുറച്ചൊക്കെ നാളത്തേക്ക് കഴിച്ചു വെച്ചിട്ടുണ്ട്. ഇത് മത്തങ്ങ എരിഞ്ഞു, പിന്നെ ഇത് മറ്റേ ഇതെന്തിനുള്ളതാ? സാമ്പാറിനുള്ളത് എരിഞ്ഞു, പിന്നെ അവിയലിനുള്ളത് എരിഞ്ഞു, പിന്നെ കുറച്ച് പയർ, പിന്നെ ക്യാബേജ്, അങ്ങനെ കുറച്ചൊക്കെ എരിഞ്ഞു. ശരിയാണ് കൊടുക്കട്ടെ, എന്നാലും ഓണം വൈബ് വരത്തുള്ളൂ. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഇന്ന് തന്നോളൂ. പക്ഷെ എനിക്ക് കൊടുക്കാറിയാം. ഞാൻ പറഞ്ഞു തരാം, എനിക്ക് കുടിപ്പിക്കാറില്ല, എനിക്ക് പറഞ്ഞു തരാൻ അറിയാം. മതി. അപ്പൊ ഞാൻ പൂ മേടിച്ചിട്ട് കേട്ട നാളെ. ഏത് പൂവാ വേണ്ടേ? എന്റെ ഇത്രയും പൂ ഇരിപ്പുണ്ട്. നീ ബാക്കി നോക്കിട്ട് പൂ ഉണ്ട് ഓൾറെഡി. ഇത് നോക്കിട്ട് അപ്പൊ ഞങ്ങള് റോസരിയില് പോയി Come on. മേടിച്ചിട്ട് വന്നേ. ചേട്ടാ പൂ ആ ഇത്രയുണ്ടോ? ആ ഇത് രസമുണ്ടല്ലോ, രസം കാണാന്. വാവ്, ഇത് മുഴുവൻ സെറ്റ് ചെയ്താണോ വിഷ്ണേട്ടാ ഈ ഏരിയ ഫുള്ള്? എല്ലാം നാട്ടിലും വാവ് അടിപൊളി. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. ഇത് അവിടുന്ന് ചേച്ചിയുടെ സാരിയൊക്കെ അടിച്ചു വരികൊണ്ടാവുന്നേ. ഇവക്ക് നാളെ കൊടുക്കാൻ സാരി വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങള് എന്തിനാന്നറിയത്തില്ല, ഇവിടെ എന്തിനാ അടിച്ചിരിക്കുന്നത് നോക്കിയേ.
അനു എന്തിനാണ് ചിരിക്കുന്നത്? ഒന്ന് പറയാ. കൊറേ നേരം ഞാൻ ചിരി കേൾക്കുന്നു. എന്തിനാ നീ ചിരിക്കണേ? ആര് ചിരിച്ചു? നീ കൊറേ നേരം ഇതെന്ത് തേങ്ങ? അങ്ങനെ നമ്മളെ വീട്ടിലോട്ട് പോകണം. വീട് എത്തിയിട്ടോ. നമ്മളിപ്പം നമ്മുടെ അടുത്ത് തന്നെ അവരുടെ വീട്. ഞങ്ങള് അടുത്തടുത്ത് ഞങ്ങളുടെ വീട്. അപ്പൊ ഞങ്ങള് കഴിഞ്ഞ വീട്ടിലെത്തി. കണക്കുണ്ട് കേട്ടോ. അതെ, ഞങ്ങളുടെ വീട്ടിലെ നേരത്തെ അഭയാർത്ഥിയായിരുന്നു അനുമോള്. വീട് പണി എടുക്കണം എന്ന് പറഞ്ഞാൽ പണിയുടെ പാ പറയുമ്പോഴത്തേക്കാണോ ചൂലും അടിച്ചു എടുത്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അതൊന്നും പറയില്ല. എന്റെ അമ്മക്ക് കേട്ടാ ഇപ്പം വീട് കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അനു വേഗമാട്ടെ ചൂലും അടിച്ചെടുത്ത് തുടങ്ങിക്കോ. അടുക്കള കുറച്ച് പാത്രം കഴുകാണ്ടെല്ലാം തുടങ്ങിക്കോ. അതെ, നമ്മുടെ കുലസ്ത്രീയാണ് ഇവിടുത്തെ അനു. അത് ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നോണ്ട് ഡീസന്റ് ആയിട്ട് നിൽക്കുക. ഇനിയിപ്പൊ നിൽക്കില്ല. വേഞ്ചല്ലേ ഇരിക്കില്ലേ ചായ. അപ്പൊ അങ്ങനെ ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പം നാളെ നമുക്ക് നമ്മൾ എപ്പോ പോകണം, രാവിലെ ഉച്ചയ്ക്ക് പോകണോ വൈകിട്ട് പോകണം തീരുമാനിച്ചില്ല. നോക്കിയിട്ട് വേണം തീരുമാനിക്കാം. അപ്പൊ നമുക്ക് നാളെ ബാക്കി എടുക്കാം കേട്ടോ. അല്ലേ, എന്തെങ്കിലും പറയാനുണ്ടോ? നാളെ കാണാം. അവിടെ ഒരു പ്രശ്നം പറയാൻ കാണുന്നില്ല. വിളിച്ചോണ്ടിരിക്കുക. എനിത്തിങ് അനു? Nothing. Bye-bye. ഓക്കെ, നാളെ കാണാം. നാളെ കാണാന്നല്ല, ഇന്ന് കാണാം. എന്ത് ഇന്ന് കാണാന്നല്ലോ, നാളെ കാണാം. നാളെ പൊന്നളിയാ. നീ